കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. കൊറോണ വൈറസ് ലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിനെ ധീരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും അവസരത്തിനൊത്തുണർന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളെയും നിയമപാലകരെയും ഈ സമയത്ത് ജോലിയും കൂലിയും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടിയും സർവശക്തനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വെള്ളരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി അതിലത്തെ കുരുവെല്ലാം ആവശ്യത്തിന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് ചേർത്ത വെള്ളരിക്ക ഏകദേശം ഒരു മീഡിയം സൈസ്ഡ് ബൗൾ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളരിക്ക വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് തന്നെ വേണ്ടി വരില്ല, അതിലും കുറവ് മതിയായിരിക്കും. അത് നിങ്ങളൊന്ന് ഒഴിച്ചു നോക്കുക. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ കട്ട പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കലയിലാണ് കാര്യം. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായി നല്ല പേസ്റ്റ് വരെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെള്ളരിക്ക കിച്ചടിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് വരെ അരച്ചെടുക്കുക. ഇപ്പോൾ വെള്ളരിക്ക വളരെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേഗൂട്ട് വെള്ളരിക്ക, ഒരുപാട് സമയമൊന്നും എടുക്കൂല. എന്നാലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോയി തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് തണുത്ത വെള്ളം ഒഴിക്കരുത്. അങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കലച്ചു പോകും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കണം. അങ്ങനെ എല്ലാം കൂടി വറ്റിപ്പോരുത്, കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കണം. ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഈ അരപ്പിലോട്ട് ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകും കൂടെ അരച്ചെടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു രുചി, നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചടിക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഞാൻ ചേർത്തത്. അതേസമയം ഒന്നിൽ കൂടുതൽ പച്ചമുളക് യാതൊരു കാരണവശാലും അരയ്ക്കാൻ ഇടരുത്. കാരണം കൂടുതൽ ഇടുവാണെങ്കിൽ പിന്നെ ഈ കറിക്ക് ഒരു പച്ച ഒരു കളർ വരും. നമുക്ക് അങ്ങനത്തെ ഒരു പച്ച കളർ വരാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേണമെങ്കിൽ 1 മിനിറ്റോളം മൂടി വെച്ചൊന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് ഏകദേശം 4-5 മിനിറ്റിനുള്ളിലാണ് ഇത് റെഡി ആയിട്ടുള്ളത്. ഇതിൽ 1 മിനിറ്റ് ഞാൻ ഇതുപോലെ മൂടി വെച്ച് വേവിച്ചിട്ടും ഉണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഇനി നമ്മൾ ഇതിലത്തെ പ്രധാന ചേരുവയായ തൈര് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ചൂടുണ്ടെങ്കിൽ തൈര് ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഇതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1.5 കപ്പ് കട്ട തൈരാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ട തൈര് 1.5 കപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാറിയ നമ്മളുടെ വെള്ളരിക്ക മിക്സിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ തൈര് ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും കുറവ് ഫ്ലെയിം ഇടുക. അതായത് ഏറ്റവും കുറവ് തീ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് നേരം ഇട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം കൂടുതൽ നേരം ചൂട് കൂടുകയാണെങ്കിൽ നമുക്കറിയാം തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ, അതായത് 1 മിനിറ്റ് പോലും എടുക്കില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പം ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
എരിവനുസരിച്ച് 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ തന്നെ നമ്മളുടെ വെള്ളരിക്ക കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരുവ് മനസ്സിലായില്ല. ഇങ്ങനെ വെള്ളം പോലെയല്ല, എന്നൊരു കുറുക്ക് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.